رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا يا رب العالمين. الحمد لله. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാ അള്ളാഹുവിനെ അറിയാനും അവനിലേക്ക് കൂടുതൽ അടുക്കുവാനും വേണ്ടിയിട്ട് നമുക്ക് ഓരോ അവസരങ്ങൾ റബ്ബ് നൽകിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇൻഷാ അള്ളാഹ് അള്ളാഹുവിനെ സ്തുതിച്ചാലും മതിയാവില്ല അല്ലെ. എത്രത്തോളം എന്നാൽ അവനെ കൂടുതൽ അറിയുമ്പോൾ നമ്മളെ ജീവിതത്തെ നമ്മൾ എത്രത്തോളം സൂക്ഷ്മതയുള്ളതാക്കുന്നുവോ അൽഹംദുലില്ലാ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യാണ് വിജയത്തിലേക്ക് അടുക്കുകയാണ്. ഇൻഷാ അള്ളാഹ് എല്ലാവരെയും റബ്ബ് ആ ഒരു രീതിയിൽ തന്നെ ജീവിക്കാനും അവനെ അനുസരിച്ച് ജീവിക്കുന്നവരിൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് ഇന്ന് നമ്മുടെ ഒപ്പം എന്താണ് അവനെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ അവനെ പറ്റി പറഞ്ഞു തരാൻ വേണ്ടി ഇൻഷാ അള്ളാഹ് നമുക്ക് അന്നുജവും ശരിയാ സ്റ്റുഡന്റ് ആയിട്ടുള്ള ഹസീനത്തെയാണ്. അൽഹംദുലില്ലാ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് സ്റ്റാർട്ട് ചെയ്തോളൂ. السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله رب العالمين، الحمد لله خالق الوجود وجعل النور من الظلم ومخرج الصبر من الألم وملقي التوبة على الندم، فنشكره على المصائب كما نشكره على النعم، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് ഒരു അവസരം കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നു റബ്ബിനെ കൂടുതൽ സ്തുതിക്കാനും അതിനെപ്പറ്റി പറയാനും. അള്ളാഹു നമ്മുടെ ഈ ഇരുത്തത്തെ ഏറ്റവും നല്ല സ്വാലിഹായ ഒരു അമലാക്കി പരിപൂർണമായി പ്രതിഫലം നൽകി ഇരു ലോകത്തും നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ എപ്പോഴും പറയും പോലെ തന്നെ അല്ലെ, ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തം. അൽഹംദുലില്ലാ ഖുർആനിൽ നമ്മൾ ആകെ 6236 ആയത്തുകൾ അല്ലെങ്കിൽ 6666 ഇങ്ങനെ പല അഭിപ്രായങ്ങളുമുണ്ട്. പക്ഷെ അതിൽ ആകെ നമുക്ക് മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 കൽപ്പനകൾ, 1000 നിരോധനങ്ങൾ, 1000 വാഗ്ദാനങ്ങൾ, 1000 മുന്നറിയിപ്പുകൾ, 1000 കഥകൾ, സുബ്ഹാനല്ലാഹ്. പിന്നെ ഹലാലുകൾ ഹറാമുകളൊക്കെ 500, പിന്നെ 100 പ്രാർത്ഥനകൾ, പിന്നെ ബാക്കി നമ്മുടെ പ്രസ്താവനകളും അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ചോദ്യോത്തരങ്ങളും ഉപദേശങ്ങളും പിന്നെ ആയാത്തുകളും നിയമങ്ങളും സത്യം ചെയ്യലും ഒക്കെ കൂടെ 1000, അങ്ങനെ 6666 ആയത്തുകൾ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലെ. ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തം പ്രതിപാദിക്കുന്ന വിഷയം നമ്മളോട് സംസാരിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത് അല്ലെ. ടോട്ടലി എടുത്താല് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്. അതായത് നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ എവിടെ നിന്നാണ് വന്നത്, എങ്ങനെ ജീവിക്കണം, എങ്ങോട്ടായിരിക്കണം നമ്മുടെ മടക്കം, ഇങ്ങനെ 3 ചോദ്യങ്ങളുടെ ആകെ തുകയാണ്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ. ഈ തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. ശരിക്കും നമ്മൾ എവിടെ നിന്നാണ് വന്നത് അല്ലെ, നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം. അപ്പൊ ആ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ ഒരു വരച്ച് കാട്ടലാണ് ഖുർആനിലൂടെ, ഓരോ പ്രവാചകന്മാരിലൂടെ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ. ജീവിതത്തിന്റെ ഏതേത് ഘട്ടങ്ങളിലും നമുക്ക് എങ്ങനെ അത് ഫേസ് ചെയ്യണം, നമ്മൾ എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നെല്ലാം നമ്മളിങ്ങനെ ഒപ്പിയെടുക്കുകയാണ് അല്ലെ ഖുർആനിലൂടെ. അപ്പോൾ ശരിക്കും ഒരു സത്യവിശ്വാസി അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ സമാധാനം തന്നെയാണല്ലേ. ഏത് പ്രശ്നങ്ങൾക്കും നമ്മുടെ റബ്ബ് കൂടെ ഉണ്ട്. അൽഹംദുലില്ലാ, എന്നും നമ്മുടെ റബ്ബ് കൂടെ ഉണ്ട്. ആ റബ്ബിന്റെ ഒരു കരുതൽ, തലോടൽ അല്ലെ. അള്ളാഹു നിർമ്മിച്ച അള്ളാഹുവിന്റെ പ്രോഡക്റ്റിന് ഒരു കാറ്റലോഗ് എന്നതുപോലെ ഖുർആൻ വെച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾ അതിലൂടെ നടന്നോ, അതിലൂടെ വായിച്ചോ, അതിലൂടെ നിങ്ങൾ സഞ്ചരിച്ചോ, നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല, നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല, എവിടെയും വീഴില്ല, പതറില്ല, നമ്മൾ വഴിതെറ്റി പോകില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയാണ് അല്ലെ. പക്ഷെ നമുക്കത് മനസ്സിലാക്കാനുള്ള ഒരു അങ്ങോട്ട് പറ്റുന്നില്ല. കാരണം ദുനിയാവിലെ രസങ്ങളും സുഖങ്ങളും അതിലൊക്കെ മുഴുകിയിട്ടല്ലേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഓരോ പ്രവാചകന്മാരുടെ നമ്മുടെ ജീവിതം വരച്ചു കാട്ടുകയാണ്.
കാരണം നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. നമ്മുടെ അള്ളാഹിനെ റബ്ബിനെ അടുത്തറിയാൻ ഒരൊറ്റ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ അങ്ങ് പോകാം. പ്രവാചകനിലേക്ക് തന്നെ നമുക്ക് പോകാം. എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു സാധനം, ഒരു മെഷീൻ, ഏതെങ്കിലും ഒരു മെഷീൻ എന്തോ ആയിക്കോട്ടെ, അത് എത്ര വർഷം വർക്ക് ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വാഷിംഗ് മെഷീൻ ആകട്ടെ, ഒരു ഫ്രിഡ്ജ് ആകട്ടെ, എന്തോ ആയിക്കോട്ടെ, അതൊരു സാധനം വാങ്ങിച്ചാൽ കൂടിയതൊരു 10 അല്ലെങ്കിൽ 15 കുറേ വർഷം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തകരാറുകൾ സംഭവിച്ചത് കേടായി നശിച്ചു പോകാറുണ്ട് അല്ലേ? നമ്മൾ മാറ്റി വാങ്ങാറുമുണ്ട്. ആണല്ലോ അല്ലെ? എല്ലാവർക്കും ക്ലിയർ ആവുന്ന ഞാൻ പറയുന്നത്? അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ ഒന്ന് ചിന്തിക്കണം. നമ്മുടെ നെഞ്ചിലേക്ക് ഒന്ന് കൈവച്ചിട്ട് നമ്മുടെ ഈ ചലിക്കുന്ന, ഈ മിടിക്കുന്ന ഹാർട്ട് അല്ലെ, ഹാർട്ട് ബീറ്റ് എത്ര കാലം തൊട്ട് തുടങ്ങിയതാണ് നമ്മുടെ ഈ മെഷീൻ വർക്ക് ചെയ്യാൻ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ചിന്തിച്ചു നോക്കണം അല്ലെ? നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മളെ റൂഹ് ഇട്ടത് മുതൽ അത് പിടിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലേ? എപ്പോഴെങ്കിലും നിന്ന് പോയോ അല്ലെ? നിന്നെങ്കിൽ നമ്മൾ ഇവിടെ ഭൂമിയിൽ ഉണ്ടാവില്ല അല്ലെ? അൽഹംദുലില്ലാ, ആ കാലം മുതൽ ഈ നിമിഷം വരേക്കും അല്ലെ അത് മിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്. ഇതിനെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചിന്തിച്ചു നോക്കേ. നമ്മൾ ഏതൊരു മെഷീൻ വേറെ എന്തും വാങ്ങട്ടെ, അതിനൊരു പരിധി ഉണ്ടാവും അല്ലെ? അല്ലെങ്കിൽ അതിനെ ഘടിപ്പിച്ച്, അതിനെ കണക്ട് ചെയ്ത്, അതിന് ചാർജ് കൊടുത്ത് അത് വർക്ക് ചെയ്യിപ്പിക്കാന് എന്തെങ്കിലുമൊക്കെ ഒരു ഡിവൈസ് വേണം അല്ലെ? നമുക്ക് എന്ത് ഡിവൈസാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്നത് അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മുടെ ബോഡിയെ എവിടെയെങ്കിലും കൊണ്ട് കണക്ട് ചെയ്യണോ വർക്ക് ചെയ്യാൻ? വേണ്ട അല്ലെ? അൽഹംദുലില്ലാ, നമ്മുടെ റൂഹിന് ഒന്നേ ഒന്ന് മതി, അള്ളാഹുവിന്റെ സ്മരണം മാത്രം മതി. അൽഹംദുലില്ലാ. അള്ളാഹുവിനെ സ്മരിക്കാത്തവർ പോലും ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ചിന്തിക്കണം അല്ലെ? അള്ളാഹുവിനെ ആണോ ആരാധിക്കുന്നത് ഈ ഭൂമിയിലെ ജനങ്ങൾ അധികവും? അല്ല അല്ലെ? ഒരുപാട് ജനങ്ങൾ വഴിതെറ്റി ജീവിക്കുന്നുണ്ട്. പക്ഷെ അൽഹംദുലില്ലാ, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും അനുഗ്രഹം നൽകി, ഈ ഖുർആനും നൽകി, ഇത് പഠിക്കാനുള്ള അവസരവും നൽകി. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ. ആ അള്ളാഹുവിനെ തിരിച്ചറിയാൻ അല്ലെ, ആ അള്ളാഹുവിനെ അറിയാൻ നമുക്ക് ഇതിൽ പരം എന്ത് വേണം? അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങളിലേക്ക് തന്നെ നോക്ക് അല്ലെ? നമ്മുടെ ബോഡിയിലേക്ക് തന്നെ നമ്മൾ നോക്കിയാൽ മതിയാകും. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഈ ബോഡിയിൽ തന്നെ എത്രയോ ജീവികളാണ് ജീവിക്കുന്നത് അല്ലെ? നമ്മൾ അറിയുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ. നമ്മുടെ മുഖത്ത് നമ്മൾ ഈ സുന്ദരമാക്കി കൂട്ടി വെക്കുന്ന അല്ലെ, പോളിഷ് ചെയ്ത് സൗന്ദര്യപ്പെടുത്തി വെക്കുന്ന ഈ മുഖത്ത് തന്നെ ഡിമോഡക്സ് മൈറ്റ്സ് എന്നൊരു ജീവിയുണ്ട്. അതിന്റെ പിക്ചർ കണ്ടാൽ നിങ്ങൾ ബോധം കെടും. ശരിക്കും ഒരു പുഴു. അത് രാത്രി കാലങ്ങളിലാണ് അത് നമ്മുടെ മുഖത്ത് ആ പ്രതലത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങി വന്ന് അത് അതിന്റെ ഇണയുമായി കൂടിച്ചേരുന്നത്. നമ്മുടെ മുഖത്തുള്ള അവശിഷ്ടങ്ങളൊക്കെയാണ് അതിന്റെ ഭക്ഷണങ്ങൾ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലെ? അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമുക്ക് ഇതിൽ പരം എന്ത് വേണം? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ ദൃഷ്ടാന്തങ്ങൾ, നമ്മൾ ഈ സംസാരിക്കുന്നത് അതുപോലും ദൃഷ്ടാന്തങ്ങളാണ് അല്ലാഹു പറയുന്നത് അല്ലെ? നമുക്ക് ചിന്തിച്ചാൽ ഓരോ ആയത്തുകളും, ഖുർആനിലെ ഓരോ ആയത്തുകളും നമുക്ക് ഓർമ്മിക്കാനും, നമുക്ക് പഠിക്കാനും, നമുക്ക് ചിന്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മരണം വരേക്കും ഖുർആൻ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും എന്നൊരു നിയത്ത് എല്ലാവരും വെക്കുക. ഇൻഷാ അല്ലാഹ്, ബിഇദ്നില്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാട്ടിക്കൊണ്ട് ജീവിക്കുവാനും, ഇഖ്ലാസോടുകൂടി ജീവിക്കുവാനും, ഈ അറിവ്, അള്ളാഹു നമുക്ക് തന്ന ഈ നിഅമത്ത്, ഏറ്റവും സുന്ദരമായ ഇസ്ലാം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ എങ്ങനെ നമ്മുടെ ജീവിതമാക്കണമെന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഓരോ പ്രയാസഘട്ടങ്ങളിലും എന്താണ്, ദാ നോക്കിയേ നബിയെ, അങ്ങ് വിഷമിക്കേണ്ടതാ, ഇന്ന പ്രവാചകന്മാരുടെ ജീവിതം നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഓരോ പ്രവാചകന്മാരിലേക്കും കാട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് യൂനുസ് നബിയെ പറ്റി ഇന്ന് നമ്മുടെ വിഷയം. യൂനുസ് നബിക്ക് എന്താ സംഭവിച്ചത്? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുന്നൂൻ എന്നാണ് അള്ളാഹു വിളിച്ചത്, അതായത് മത്സ്യത്തിന്റെ ആൾ. അത് നമുക്ക് നോക്കാം എന്താണെന്ന്. സൂറത്ത് സോഫാത്തിലും സൂറത്ത് യൂനുസിലും സൂറത്ത് അംബിയയിലുമാണ് ഈ യൂനുസ് നബിയുടെ ചരിത്രം കിടക്കുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിൽ പറയുന്നത് ഒരു രംഗമുണ്ട്. തുടക്കം 97-98 ആയത്തുകളില്, അതായത് യാതൊരു ജനത്തിന്റെ മേൽ
തങ്ങളുടെ റബ്ബിന്റെ വചനം പുലർന്നിരിക്കുന്നുവോ അവർക്ക് മുൻപിൽ ഏത് ദൃഷ്ടാന്തം അവതീർണമായാലും വേദനയേറിയ ദൈവിക ശിക്ഷയെ നേരിൽ കാണും വരെ അവർ വിശ്വസിക്കുന്നതല്ല. ഒരു നാട് ശിക്ഷ കണ്ടിട്ട് വിശ്വാസം കൊള്ളുകയും ആ വിശ്വാസം അവർക്ക് പ്രയോജനകരമാവുകയും ചെയ്തതായി വല്ല ഉദാഹരണമുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കാണ്. അള്ളാഹു തന്നെ ഉത്തരം പറയാണ്, യൂനിസിന്റെ ജനമല്ലാതെ. ഇവിടെ എന്താ ചോദിക്കുന്നത്? അതായത് ഏത് പ്രവാചകന്മാർ വന്നാലും ആ ജനത ആ പ്രവാചകരെ അവിശ്വസിക്കുകയും തള്ളിക്കളയും ആട്ടിപ്പായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പൊ കൂടുതലും എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സമുദായത്തെ നശിപ്പിക്കാറാണ് പതിവ്, ഏതൊഴികെ യൂനുസിന്റെ ജനത അല്ലാതെ. അപ്പൊ അവിടെ ഒരു മാറ്റം, അതായത് അവിടെ ഒരു ശിക്ഷ ഇറങ്ങിയില്ല. എന്താണ്, യൂനുസ് നബിയുടെ ജനതയ്ക്കാണ് ആ ശിക്ഷ വന്ന് ഭവിക്കാത്തത്. എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ, ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അപ്പൊ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അടുത്ത സൂറത്ത് അംബിയയിലാണ് പറയുന്നത് എന്താണ് സംഭവിച്ചത്. എന്താണ്, അതായത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന ജനത, അതായത് ഇറാഖിലെ നീനുവ പ്രദേശത്താണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിയമിക്കപ്പെട്ടത്. പക്ഷെ അവിടെ അദ്ദേഹം ജനങ്ങളെല്ലാം തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവർ സ്വീകരിക്കാതെ ഷിർക്കിൽ തന്നെ ഉറച്ചു നിന്നു. അതെങ്ങനെയാണല്ലോ എല്ലാ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും എന്താണ്, ആ ജനത അംഗീകരിക്കില്ല അല്ലെ. ശരിക്കും പ്രവാചകൻ കഴിയുന്നാൽ അത്രയും പ്രയാസപ്പെട്ട് ആ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ അവരെല്ലാം ഷിർക്കിൽ തന്നെ ഉറച്ചു നിന്നു. ദൈവിക ശിക്ഷയെക്കുറിച്ച് അദ്ദേഹം അവരെ താക്കീത് ചെയ്തിട്ടും അവർ മടങ്ങിയില്ല. പിന്നെ എന്താ സംഭവിച്ചത്? അദ്ദേഹം കോപാകുലനായിക്കൊണ്ട് ആ സ്ഥലം അവിടെ നിന്ന് വിട്ടുകളഞ്ഞു. അള്ളാഹുവിന്റെ കൽപ്പന ഇല്ലാതെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കോപം കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കാത്തു നിൽക്കാതെ അദ്ദേഹം സ്ഥലം വിട്ടുപോയി. അപ്പൊ അതിനുശേഷം ആ ജനതയ്ക്ക് ബോധം വന്നു, എന്താ, പ്രവാചകന്മാർ കളവ് പറയില്ലെന്നും അങ്ങനെ അവർ തങ്ങളുടെ ശിശുക്കളും ആടുമാടുകളും അടക്കം മരുഭൂമിയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അപ്പൊ മരുഭൂമിയിൽ വന്നിട്ട് ആ ജനത ഒന്നടങ്കം തങ്ങളുടെ ആടുമാടുകളും അടക്കം ശിശുക്കളും എല്ലാം കുട്ടികളെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് അവർ പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്തു. പക്ഷേ എന്താണ്, അവർ ഇത് ചെയ്തൊന്നും അറിയാതെ എന്താണ്, യൂനുസ് നബി അവിടെ നിന്ന് കടന്നു കളഞ്ഞല്ലേ. യൂനുസ് നബി ആകട്ടെ എന്തായി, സൂറത്ത് സോഫാത്തിലാണ് അതിനെ ബാക്കി പറയുന്നത്. എന്ത് ചെയ്തു? സൂറത്ത് സോഫാത്തിലെ 139 മുതൽ 146 ആയത്ത് വരെയുള്ള ആയത്തുകളിൽ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഇന്ന യൂനുസ ലമിനൽ മുർസലീൻ ഇദ് അബഖ ഇലൽ ഫുൽകി മശ്ഹൂൻ ഫസാഹമ ഫകാന മിനൽ മുദ്ഹദീൻ ഫൽതഖമഹുൽ ഹൂത വഹുവ മുലീം ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ ഫനബത്നാഹു ഫിൽ അറാഇ വഹുവ സഖീം ഫഅൻബത്നാ അലൈഹി ഷജറതൻ മിൻ യഖ്തീൻ. അതായത് യൂനുസും തന്നെ മുർസലുകളിൽ പെട്ടവനായിരുന്നു. അപ്പോ ആ ജനതയിൽ നിന്നും എന്ത് ചെയ്തു? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദേഷ്യം കൊണ്ട് എങ്ങോട്ടേക്ക് പോയി? ഒരു കപ്പലിലേക്ക് ഓടി രക്ഷപ്പെട്ട സന്ദർഭം അള്ളാഹു പറയാണ്, ഓർക്കുക, ഭാരം നിറയ്ക്കപ്പെട്ട കപ്പലിലേക്ക് അദ്ദേഹം ഓടിപ്പോയ സന്ദർഭം. എന്നിട്ടോ എന്നിട്ട് അദ്ദേഹം നറുക്കെടുപ്പിൽ പങ്കെടുത്തു. എന്താ സംഭവം? കപ്പല് ഭാരം കൊണ്ട് നിറഞ്ഞപ്പോ എന്തായി? ഭയങ്കര കാറ്റും കോളുമൊക്കെ ആയപ്പോ കപ്പലാടി ഉലയാൻ തുടങ്ങി. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കപ്പലിലുണ്ടല്ലോ. അപ്പൊ ആ കപ്പലിലുള്ളവർ എന്ത് ചെയ്തു? ഒരു നറുക്കെടുപ്പ് നടത്തി. കാരണം ഈ കപ്പലിലുള്ള ആരെയാണ് പുറത്തേക്ക് കളയേണ്ടതെന്ന്. അങ്ങനെ എന്തായി? അങ്ങനെ താൻ ആക്ഷേപ വിധേയനായിരിക്കെ അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങി. സുബ്ഹാനല്ലാഹ്. നോക്കിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന കാത്തു വരുന്നതിന് മുമ്പേ കൽപ്പനയ്ക്ക് കാത്തു നിൽക്കാതെ യൂനുസ് നബി എടുത്ത തീരുമാനമാണ് അല്ലെ. അദ്ദേഹം ആക്ഷേപ വിധേയനായിക്കൊണ്ട് അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങി. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ
എന്തായി? ആ അന്ധകാരങ്ങൾ വെച്ച് അടുത്ത സൂറത്ത് അംബിയാലാണ് അതിന്റെ കണക്ഷൻ വരുന്നത്. വദന്നൂനി ഇദ് ദഹബ മുആദിബൻ വظن അൻ ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫി الظുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. എന്താണ്? ദുന്നൂനിനെയും ഓർക്കുക. ഈ ദുന്നൂൻ എന്ന് പറയുന്നത് യൂനുസ് നബിക്കുള്ള മറ്റൊരു പേരാണ് കേട്ടോ. ദുന്നൂൻ, അതായത് മത്സ്യം വിഴുങ്ങിയ ആൾ എന്നുള്ളതാണ്. അദ്ദേഹം കോപാഷ്ടനായും കൊണ്ടുപോയ സന്ദർഭം അപ്പോൾ നാം അദ്ദേഹത്തിന്റെ മേൽ നിശ്ചയമായും കൊടുസാക്കുകയില്ലെന്ന് അദ്ദേഹം ധരിച്ചു. അങ്ങനെ അന്ധകാരങ്ങളിൽ വെച്ച് അദ്ദേഹം വിളിച്ചു, റബ്ബേ നീയല്ലാതെ ആരാധനയേ ഇല്ല. അപ്പം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മത്സ്യം വിഴുങ്ങുന്നു അല്ലെ, കപ്പലിൽ നിന്നെടുത്ത് പുറത്തേക്ക് ഇടുന്ന സന്ദർഭം യൂനുസ് നബിയെ ആ ഒരു വലിയൊരു മത്സ്യം വിഴുങ്ങുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ. ആ അന്ധകാരങ്ങൾ വെച്ച് യൂനുസ് നബിയുടെ പ്രാർത്ഥന എന്താണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ചു, റബ്ബേ നീ അല്ലാതെ ആരാധനയേ ഇല്ല, നീ എത്രയോ പരിശുദ്ധൻ, നിശ്ചയമായും ഞാൻ അക്രമികളിൽ പെട്ടവനായിരിക്കുന്നു എന്ന് അല്ലെ. അപ്പോ ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗമ്മി വകദാലിക യുൻജിൽ മുഅ്മിനീൻ കദാലിക നുൻജിൽ മുഅ്മിനീൻ. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകുകയും ചെയ്തു. എന്ത് ചെയ്തു? ആ ദുഃഖത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്രകാരം തന്നെ സത്യവിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുന്നതാണ്. അപ്പോ നമ്മൾ ഓർക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബിക്ക് ഒരു എന്താണ് പെട്ടെന്നൊരു ദേഷ്യം വന്നിട്ട് അല്ലെ, എന്താണ് എന്റെ ജനത ഇതൊന്നും പറഞ്ഞിട്ട് അള്ളാഹുലേക്ക് വിളിച്ചിട്ട് മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള ഒരു ദേഷ്യത്തില് പോയതിന്, അള്ളാഹുവിന്റെ കൽപ്പന ഇല്ലാതെ പോയതിനുള്ള ഒരു പരീക്ഷണമായിരുന്നു യൂനുസ് നബി നേരിട്ടത് അല്ലെ. അൽഹംദുലില്ലാ. അപ്പൊ സൂറത്ത് അംബിയായിലും സൂറത്ത് സോഫാത്തിലും ഒക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട് കണ്ടോ. അപ്പൊ ഞാൻ ഓതി വെച്ച ഭാഗം എന്താണ്? സൂറത്ത് സോഫാത്തിലാണ് അത് പറഞ്ഞത്. അത് കഴിഞ്ഞ് കണക്ട് ചെയ്ത് വരുന്നത് സൂറത്ത് അംബിയായിലാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകുകയും ചെയ്തു. എന്താണ്? അദ്ദേഹത്തെ എന്താണ് ഒരു കരയിലേക്ക്, അതായത് ഒരു കടൽ തീരത്തേക്ക് അദ്ദേഹത്തെ ആ മത്സ്യം പുറത്തേക്കിട്ടു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അല്ലെ, നമുക്കൊരു വിചിത്രമായിട്ട് തോന്നുന്നു അല്ലെ, ഒരു മത്സ്യം വിഴുങ്ങുക എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞ് പുറത്തേക്ക് ഇടുക എന്നൊക്കെ പറയുമ്പോ അല്ലെ, അള്ളാഹുവിന്റെ ഭയങ്കരമായ കുദ്റത്താണ്. മനസ്സിലായോ? അള്ളാഹു ഉദ്ദേശിച്ചാൽ ഏതവസ്ഥയിലും അതിനെ മാറ്റിമറിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ കണ്ടു അല്ലെ, എന്താണ് ഫിറോന്റെ മുന്നിൽ, അതായത് ഫിറോന്റെ മുന്നിൽ രക്ഷപ്പെടാൻ നിന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കടൽ അള്ളാഹു പിളർത്തി കൊടുത്തത് അല്ലെ. ഇതുപോലെ ഓരോന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഓരോന്നിന്റെ അവസ്ഥയെ മാറ്റിമറിക്കാൻ റബ്ബിന് കഴിയും. അപ്പൊ ആ മത്സ്യം അതിന്റെ ആഹാരമാക്കാതെ എന്ത് ചെയ്തു? യൂനുസ് നബിയെ വിഴുങ്ങുകയാണ് ചെയ്തത് അല്ലെ, ചവച്ചില്ല, അതല്ലെങ്കിൽ അവിടെ വെച്ച് മരണപ്പെട്ടില്ല. ആ യൂനുസ് നബിയുടെ വയറിൽ 3 ദിവസം വരെ കഴിഞ്ഞു എന്നാണ് ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനസ്സിലായോ? ഇവിടെ അദ്ദേഹത്തിന് കുടുസാക്കയില്ല എന്ന് അദ്ദേഹം ധരിച്ചു എന്ന് പറഞ്ഞത് അന്ധകാരങ്ങൾ, അതായത് ആ ഉലുമാത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് ബാഹ്യമായ ഇരുട്ടും ആത്മീയമായ അന്ധകാരവും ഉദ്ദേശിക്കപ്പെട്ടിരിക്കാം. പക്ഷെ സമുദ്രത്തിനുള്ളിൽ മത്സ്യത്തിന്റെ വയറ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ 2-3 രാവ് കഴിക്കുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ. തന്റെ പക്കൽ നിന്നും വന്നുപോയ തെറ്റ്, അതിനാലുള്ള ദുഃഖം, രക്ഷയ്ക്കുള്ള മാർഗം പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത ആപത്താണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു സംഭവിച്ചത്. മനസ്സിലായോ? അതായത് പെട്ടെന്നുള്ളൊരു ദേഷ്യത്തില് അങ്ങ് നാട് വിട്ടുപോയി അല്ലെ. പക്ഷെ എന്താണ്, പോയി കഴിഞ്ഞതിന് ശേഷമാണ് തന്റെ തെറ്റ് അല്ലെ, താൻ അള്ളാഹുവിന്റെ കൽപ്പന ഇല്ലാതെ പ്രവർത്തിച്ചതിന്റെ ആ ഒരു ഇത് മനസ്സിലാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ആ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ മത്സ്യത്തിനോട് വിഴുങ്ങാനാ പറഞ്ഞത്. അതായത് ശരിക്കും ഒന്നും സംഭവിച്ചില്ല അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തു. എന്നിട്ട് ആ പശ്ചാത്തപ തെറ്റ് തിരുത്താനുള്ള മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പൊ ഇതുപോലെ എന്താണ്, ആ രക്ഷയ്ക്കുള്ള മാർഗം പ്രതീക്ഷിക്കുവാൻ കഴിയാത്തൊരാപത്താണ് അല്ലെ. അങ്ങനെ ഒരു ആപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്നും എന്താണ് ഒരു ഭയങ്കരമായൊരു മോചനം കൊടുക്കുന്നത്. മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് സുന്നൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറ്റൊരു പേരാണ്. മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് അതായത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട എന്താണ്? ആ പ്രാർത്ഥന ഏതൊരു മുസ്ലിമും
അവന്റെ റബ്ബിനോട് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നതായാൽ അവന് അള്ളാഹു ഉത്തരം നൽകാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തായി ഇതുമായി ചേർത്ത് പറയുകയാണ് കേട്ടോ. ഈ ചരിത്രവുമായി ചേർത്ത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, യൂനുസ് നബിക്ക് വന്ന ഒരു ചെറിയ ഒരു എന്താണ് പെട്ടെന്നൊരു കോപത്തിന്റെ പുറത്ത് പോയതാണ് അല്ലെ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ കഴിയാനും അവിടെ വെച്ച് ആ പ്രാർത്ഥന നടത്തുവാനും അൽഹംദുലില്ലാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അള്ളാഹു എത്രമാത്രം കാരുണ്യവാനാണ് അല്ലെ. നമ്മളെ ഓരോ പാഠങ്ങൾ, ഓരോ ചരിത്രങ്ങളിലൂടെ നമ്മളെ പാഠം അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ. ഏറ്റവും നല്ലൊരു പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ പ്രാർത്ഥന ഏതൊരു മുസ്ലിമും അവന്റെ റബ്ബിനോട് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നതായാൽ അവൻ ഉത്തരം നൽകാതിരിക്കുകയില്ല എന്ന് ഈ സംഭവമായി ഈ ചരിത്രവുമായി കൂട്ടിച്ചേർത്ത് നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആയത്തിന്റെ അവസാനം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ പിന്നെന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിക്കുന്നതിന് പുറമെ സത്യവിശ്വാസികൾക്ക് എപ്പോഴും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്താണ്? അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ സത്യവിശ്വാസികൾ എപ്പോഴും വിശ്വാസം ഉണ്ടായിരിക്കണം എന്നുള്ള ഉപദേശമാണ് ഇതിൽ അടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഒരു വിഷയത്തിൽ ഇട്ടെറിഞ്ഞിട്ട് പോവുകയല്ല അല്ലെ. നമുക്ക് അള്ളാഹു അതിനുള്ള ഉത്തരം നൽകും. നമുക്ക് അതിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് വർഷിക്കും. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് കാത്തു നിൽക്കാതെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയെ വിട്ട് പോയതിന്റെ ഒരു കുഞ്ഞി പരീക്ഷണമാണല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നടത്തിയത്. അപ്പൊ നമുക്കും എന്താണ് അള്ളാഹു പറയുന്നത്? എന്ത് വന്നാലും എന്താണ്, നമ്മൾ ഒന്ന് സഹിച്ച് ക്ഷമിച്ച് നിൽക്കണം. കാരണം അള്ളാഹുവിന്റെ കാരുണ്യം അത് സമീപത്താണല്ലേ. നമ്മൾ ഒന്ന് പരീക്ഷിക്കും, പക്ഷെ അള്ളാഹു നമുക്ക് തരുക തന്നെ ചെയ്യും. അപ്പോ ഈ ഒരു വിഷയത്തിലൂടെ നോക്കി ഇത് നമുക്ക് ഈ സംഭവം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിചിത്രമായിട്ട് തോന്നും. എങ്ങനെയാ ഒരു മത്സ്യം വിഴുങ്ങുക, എങ്ങനെയാ അത് പുറത്തിടുക അല്ലെ. പക്ഷേ അൽഹംദുലില്ലാ ബിദ്നില്ലാ ഭയങ്കര ഒരു സംഭവമാണ് അത്. കാരണം 1879 ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഒരു ജെയിംസ് മാർട്ടിൻ എന്ന ഒരാള് ഈ മത്സ്യവേട്ടയ്ക്ക് ഇറങ്ങിയപ്പോ അയാളെ യാദൃച്ഛികമായ മത്സ്യത്തിന്റെ ഉപദ്രവത്തിൽ ഭയങ്കര വലിയൊരു തിമിംഗലമായിരുന്നു. അത് ഈ ജെയിംസ് മാർട്ടിനെ വിഴുങ്ങി. സംഭവം യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ്. പക്ഷെ കുറെ സമയം കഴിഞ്ഞ് ആ മത്സ്യത്തെ ഇവർ വേട്ടയാടി പിടിച്ചപ്പോ എന്താ സംഭവിച്ചത്? അത് കരയ്ക്കടിഞ്ഞപ്പോ അതിന്റെ വയറ് കീറിയപ്പോ ഈ മനുഷ്യൻ, ഈ അകപ്പെട്ട മനുഷ്യന് യാതൊന്നും സംഭവിച്ചില്ല. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ. ഇത് റിയലായിട്ട് നടന്ന ഒരു സംഭവമാണ്. നമുക്ക് തഫ്സീറുകൾ കാണാൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാല് എവിടെയും മനുഷ്യനെ ജീവിപ്പിക്കാൻ റബ്ബിന് കഴിയും അല്ലെ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ഒരു ആയത്ത്, അത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണ് അല്ലെ. ആ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ. എന്തൊരു അത്ഭുതമാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു വലിയ മത്സ്യം, അതെന്ന് പറഞ്ഞാൽ എത്രയോ ഭയങ്കര വലുപ്പമുള്ളൊരു മത്സ്യമാണ്. ഇപ്പൊ നീലത്തിമിംഗലം നമുക്കറിയാം എത്രയോ ടൺ, 1000 ടൺ വെയിറ്റ് ഒക്കെ ഉള്ള ഒരു മത്സ്യമാണ്. സുഖമായിട്ട് മനുഷ്യനെ ഭക്ഷിക്കാനൊക്കെ കഴിയും. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പന അവിടെ എന്താണ്? ആ മത്സ്യത്തിന് അത് വിഴുങ്ങാൻ അല്ലെ, അതിന് വിഴുങ്ങാനാണ് കൽപ്പന, അല്ലാതെ അതിനെ ദഹിപ്പിക്കാനുള്ള കൽപ്പന അള്ളാഹ് കൊടുത്തില്ല. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ. നമ്മൾ ചിന്തിക്കണം അല്ലെ. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഒരു രക്ഷാമാർഗം. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ. അപ്പോ ഏതവസരത്തിലും അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ ഖുദ്റത്ത് നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്താണ്? ഒരു ഇത്രയും വലിയൊരു മത്സ്യം വിഴുങ്ങിയിട്ടും ഒന്നും സംഭവിക്കാതെ തന്നെ അല്ലെ. പക്ഷെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവസാനം കരയിലേക്ക് ഇട്ടപ്പോ എന്തായിരുന്നു? അദ്ദേഹം ഭയങ്കര ക്ഷീണിതനായിരുന്നു അല്ലെ. അപ്പോഴാ മനസ്സിലായത് തനിക്ക് പറ്റിയ അബദ്ധം അല്ലെ. അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ താൻ ആ സമുദായത്തെ വിട്ടിട്ട് ഓടിപ്പോയതിന്റെ ആ ഒരു ചെറിയൊരു പരീക്ഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് ചെയ്തത്? ആ മത്സ്യത്തിനെ അതിന് ഭക്ഷണമാക്കാനല്ല പറഞ്ഞത് അല്ലെ. അള്ളാഹുവിന്റെ ഖുദ്റത്താണ് അവിടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പോ അദ്ദേഹം എന്തായി? അദ്ദേഹത്തിനെ കരയിലേക്ക് അത് ഇട്ടു എന്നാണ് ചരിത്രം.
ഉം എന്നിട്ട് ആ കടൽ തീരത്ത് തന്നെ അള്ളാഹു അദ്ദേഹത്തിനുള്ള ഭക്ഷണവും യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ചുരക്ക വർഗത്തിൽപ്പെട്ട ഭക്ഷണമൊക്കെ നൽകി അദ്ദേഹത്തിന് ഉന്മേഷവാനാക്കി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എന്തൊരു കുദ്റത്താണല്ലേ ഒരു മത്സ്യം വിഴുങ്ങുക എന്നിട്ട് പുറത്തേക്ക് ഇടുക എന്നൊക്കെ കേൾക്കുമ്പോ അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഏതിന്റെയും പ്രകൃതം അല്ലെ അള്ളാഹു കൽപ്പിച്ചാൽ അത് മാറും. എങ്ങനെയാണെങ്കിലും നമ്മുടെ വിശ്വാസം അള്ളാഹുള്ള അടിയുറച്ച വിശ്വാസം ഉണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഏതിന്റെ പ്രകൃതിയെയും മാറ്റിമറിക്കാൻ റബ്ബിന് കഴിയും. അത് നമ്മുടെ വിശ്വാസത്തെ ആസ്പദമാക്കിയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പോ സൂറത്ത് അംബിയായിലും സൂറത്ത് സോഫാത്തിലും ഒക്കെ ഇതിന്റെ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോ യഖ്തീൻ എന്ന ചുരക്കാ വർഗമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ഭക്ഷിക്കാൻ ആ കടൽ തീരത്ത് നൽകിയതെന്നാണ് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്നിട്ട് എന്താണ്, അദ്ദേഹം അനാരോഗ്യവാനായ നിലയിൽ അദ്ദേഹത്തെ നാം നഗ്ന പ്രദേശത്ത് ഇട്ടുകൊടുത്തു. അദ്ദേഹത്തിന് മീതെ ചുരക്കാവർഗത്തിൽപ്പെട്ട ഒരു മരം നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്തൊക്കെ അനുഗ്രഹങ്ങളാണല്ലേ. എന്നിട്ടോ ഇലാ 100,000 ഔ യസീദൂൻ, 100,000 അഥവാ 1,00,000 അതിൽ കൂടുതൽ വരുന്ന ആളുകളിലേക്ക് അദ്ദേഹത്തെ നാം അയക്കുകയും ചെയ്തു. എന്നിട്ട് അവർ വിശ്വസിച്ചു. അങ്ങനെ അവർക്ക് കുറെ കാലത്തോളം സുഖജീവിതം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലെ, എന്തൊരു അത്ഭുതകരമായ ഒരു സംഭവമാണല്ലേ. ഒരു മത്സ്യത്തിന്റെ വയറ്റിലേക്ക് അകപ്പെടുക, എന്നിട്ട് അത് പുറത്തേക്ക് ഉപേക്ഷിക്കുക എന്നൊക്കെ അല്ലെ. ഒരു കേടും ഒന്നും ഒരു ജീവന് ഒരു കേടുപാടും ഒന്നും കൂടാതെ, ഒരു ജീവഹാനി സംഭവിക്കാതെ, ശരീരത്തിന് ഒരു കേടും കൂടാതെ, പക്ഷെ ഭയങ്കര ക്ഷീണിതനായിരുന്നു കേട്ടോ. എന്നിട്ട് ആ കടൽ തീരത്തേക്ക് വന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെയും ഭക്ഷണം കൊടുക്കുന്നു. അൽഹംദുലില്ലാഹ്. ചുരക്ക വർഗത്തിൽപ്പെട്ട ഒരിനം ഭക്ഷണം അള്ളാഹു അദ്ദേഹത്തിന് നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് വീണ്ടും എന്താണ്, ആ 1,00,000 വരുന്ന ജനസംഖ്യയിലേക്ക് അദ്ദേഹം വീണ്ടും നിയോഗിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പ്രബോധന ഫലമായി അവർ സത്യവിശ്വാസം സ്വീകരിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുകയും വളരെ കാലം അവർ സുഖ ഐശ്വര്യങ്ങളോടെ കഴിഞ്ഞുകൂടുകയും ചെയ്തു. ഇറാഖിന്റെ വടക്കു ഭാഗത്താണ് കേട്ടോ ഇത്. ടൈഗ്രിസ് നദിയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് നീനുവ. 1,00,000-ലധികം ജനസംഖ്യ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലെ, നമ്മളിതൊക്കെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു കഥ കേട്ട് കളയുന്ന ഒരു രീതിയിലാവരുത് അല്ലെ. നമുക്ക് ആ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ ആ മഹത്വങ്ങളെ അള്ളാഹുവിന്റെ എന്താണ് ആ കഴിവുകളെ നമ്മൾ മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോ സൂറത്ത് സോഫാത്തിലും സൂറത്ത് അംബിയായിലുമായിട്ടൊക്കെയാണ് ഈ സംഭവങ്ങൾ വിവരിക്കുന്നത്. സൂറത്ത് അംബിയായില് പിന്നെന്താണ് 87 ആയത്തുകളിലായിട്ടാണ് ഇതിനെ വിശദീകരിച്ചിരിക്കുന്നത്. മാഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതിൽ നിന്ന് നമുക്കും ധാരാളം പാഠങ്ങൾ അല്ലെ. നമ്മളും ഏതെങ്കിലും കാര്യത്തില് വെപ്രാളപ്പെട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകലും എല്ലാം നമുക്ക് ഉണ്ടാകാറുണ്ട്. മനുഷ്യ സഹജമായ സംഭവമാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊന്ന് ക്ഷമിച്ച് ഒന്ന് വെയിറ്റ് ചെയ്താല് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പല കാര്യങ്ങൾക്കും അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അള്ളാഹുവിന്റെ ഇടപെടലുകൾ നമുക്ക് ഉണ്ടാവും. കാരണം നമ്മുടെ ക്ഷമ അല്ലെങ്കിൽ നമ്മുടെ യഖീൻ, നമുക്ക് അള്ളാഹുവിന്റെ വിശ്വാസം എത്രമാത്രം ഉണ്ടെന്ന് പരീക്ഷിക്കലാണല്ലേ. നമ്മുടെ ജീവിതത്തിലെ ഓരോ അവസരങ്ങളിലൂടെയും നമ്മളെ ടെസ്റ്റ് ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തിനാണ്? അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അല്ലേ. നമ്മള് സ്കൂളില് നമ്മുടെ വിദ്യാഭ്യാസത്തിലൊക്കെ പരീക്ഷ ഇടുമ്പോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ അവസരങ്ങളിലും അള്ളാഹു നമ്മളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം നമുക്ക് എത്രമാത്രമുണ്ട് എന്ന്. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് വീക്കാവുമ്പോൾ നമ്മൾ നേരെ പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്കും ഖുർആനിലേക്കും ഓരോ വിഷയങ്ങളിലേക്കും നമ്മൾ മടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിലൂടെ നമുക്ക് ഒരുപാട് വിഷയങ്ങളും പാഠങ്ങളും ഉൾക്കൊള്ളുവാൻ, നമുക്ക് വിശാലമായി മനസ്സിലാക്കാൻ അള്ളാഹു ഒരുപാട് തലങ്ങൾ, ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിതങ്ങൾ അല്ലെ നമുക്ക് വരച്ച് കാട്ടിത്തരികയാണ്. ഓരോ മേഖലയിലും ഓരോ വിഷയത്തിലും നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങി അല്ലെ, തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആശ്വാസം
അള്ളാഹുവിന്റെ ഒരു തലോടല്, അള്ളാഹുവിന്റെ ഒരു ആശ്വാസമേറിയ ഓരോ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റി മറിക്കുക തന്നെ ചെയ്യും. നാം അറിയാതെ നമ്മൾ എത്രമാത്രം നമ്മുടെ വിശ്വാസം ഉണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുന്നത്. നമ്മുടെ പ്രവാചകന്മാരിലൂടെ ഓരോ പ്രവാചകന്മാരുടെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വരച്ച് കാട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏറ്റവും വലിയ ഈമാൻ യഖീനോടുകൂടി അല്ലെ കൂടുതൽ ഈമാൻ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹു തന്ന അറിവുകൾ ഓരോ ആയത്തുകളിലൂടെ ഓരോ പ്രവാചകന്മാരുടെ നമ്മുടെ ജീവിതങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി നമുക്ക് സ്വർഗം അല്ലെ ആ ജന്നാത്തുൽ ഫിർദൗസിൽ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്ന ഇതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നാം ഏവരിലും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയത്തിൻ ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫി കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅഥർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക അൻ തജ്അലൽ القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي يا رب العالمين. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات رب الأرض رب العرش الكريم. لا إله إلا أنت سبحانك إني كنت من الظالمين. الله سبحانه وتعالى നമ്മുടെ ഈ വിഷയങ്ങളിലൂടെ ഈ ചരിത്രത്തിലൂടെ നമുക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠം, ഏറ്റവും വലിയൊരു ദുആ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുള്ളതാണ്. എല്ലാ പ്രയാസങ്ങളിലും ഏറ്റവും പ്രയാസപ്പെട്ട ഘട്ടങ്ങളിൽ അള്ളാഹുലേക്ക് വിളിക്കാൻ മടങ്ങാൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പ്രാർത്ഥന, അത് ഈ ചരിത്രത്തിലൂടെയാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാറകല്ലാഹു ഫീക്കും വജസാകുമുല്ലാഹു ഖൈറൻ കസീറ യാ ഉഖ്തി ഹസീനത്ത്. അൽഹംദുലില്ലാഹ്. ഒരുപാട് നമ്മുടെ ഓരോ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഓരോ ചരിത്രങ്ങളായി കഴിഞ്ഞാലും ഖുറാനിൽ പറയുന്ന ഓരോ അള്ളാഹുവിന്റെ വാക്കുകളായി കഴിഞ്ഞാലും നമ്മൾ അത് കേൾക്കുന്ന സമയത്ത്